ഹലോ, സാറയാണ്. ഞാന് ഈ പൊട്ടിയടിച്ചൊരിങ്ങനല്ലേ ഫിലിമിന് പോയിട്ടുണ്ടായിരുന്നു. തങ്കലാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. തങ്കലാൻ തന്നെയല്ലേ? തങ്കലാൻ തന്നെയാണ്. വിക്രമിന്റെ തമിഴാണ് കേട്ടോ കേറിയത്. അതിന്റെ മലയാളവും തമിഴും ആണ്. ഞാൻ തൃപ്പൂണിത്തറ തിയേറ്ററിലാണ് പോയേട്ടോ. ജസ്റ്റ് ഇന്നത്തെ 2:30ക്കുള്ള ഷോയ്ക്ക് പോയിട്ട് വന്നാണ്. അപ്പൊ നിങ്ങളോട് അതിന്റെ റിവ്യൂ ഒന്ന് പറയണം തോന്നി. ഒന്നാമത്തെ കാര്യം, ഈ ഗോൾഡൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ഒരു ചരിത്രവും കാര്യങ്ങളും അതിന്റെ കുറെ കാര്യങ്ങൾ അറിയുന്നവർക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം എനിക്ക് ഒരു നോർമൽ ആൾക്കാർ ഇപ്പോ ചരിത്രവും കാര്യങ്ങളൊക്കെ അറിയാത്തവർക്ക് സ്റ്റോറിയുടെ ഒക്കെ ഒരു ഭാഗം കൊണ്ട് മനസ്സിലാകാത്ത പോലെ വരുന്നുണ്ട്. പിന്നെ ഈ ഫിലിം കാണുമ്പോൾ ഒറ്റ ഫോൺ കോൾ പോലും ഒരു മെസ്സേജ് പോലും കാണാതെ നോക്കാതെ അത്രയും ശ്രദ്ധിച്ചിരുന്ന് കാണേണ്ട ഒരു സിനിമയാണെന്ന് തോന്നി. കുട്ടികൾക്ക് അത്ര ഇതായിട്ട് തോന്നില്ല. കാരണം അന്നമ്മ ഉണ്ടായിരുന്നു. അന്നമ്മയ്ക്ക് അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. പിന്നെ വിക്രമിന്റെ ഒരു പറയാനില്ല. ഞാൻ വിക്രമിന്റെ കട്ട ഫാനാണ്. അതുകൊണ്ട് തന്നെ വിക്രം അടിപൊളിയാണ്. നമ്മുടെ മലയാളത്തിലെ നടി പാർവതി, അയ്യോ എന്നെ രസമായിട്ട് പുള്ളിക്കാരി അഭിനയിച്ചിരിക്കുന്നത്. അതിലെ വേറൊരു നടി, അതിന്റെ പേര് ഞാൻ വിട്ടുപോയിട്ടാ. അതും പിന്നെ ചില ഏരിയയിലൊക്കെ നമുക്ക് നാടകത്തിന്റെ ഡയലോഗ് പ്രസന്റ് ചെയ്യണം. ചില ഏരിയകൾ, 1-2 ഏരിയ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് അന്നത്തെ കാലത്തെ രീതിയിൽ ആ ഡയലോഗ് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെയെന്ന് വെച്ചാൽ പണ്ടത്തെ കാലമാണ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ കോരിക്കരിച്ചു പോയൊരു കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും കുഴപ്പമില്ല കേട്ടോ. അതില് ഭാര്യ ഭർത്ത കുടുംബം എന്ന് പറയുന്നത് ഭയങ്കര, അതായത് അവരെ കാണുമ്പോ എന്താണ്, മറ്റേ കുളിക്കാതെ പണ്ടത്തെ ആൾക്കാരില്ലേ ബ്ലൗസൊക്കെ ഒന്നും ഇടാതെ സാരി മാത്രമൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് തോന്നുമ്പോ എന്തോ ഒരു വൃത്തിയില്ല അങ്ങനെയൊക്കെ തോന്നും നമുക്ക്. കാരണം നമ്മളിപ്പോ ഭയങ്കര കെട്ടി ഒരുങ്ങി അങ്ങനെയൊക്കെ, ഞാനൊക്കെ കണ്ടില്ലേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട്. പക്ഷെ അവര് ഭാര്യയും ഭർത്താവും 3-4 പിള്ളേരൊക്കെ ഉണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബോണ്ടിങ് ഉണ്ടല്ലോ, എന്നാ സ്നേഹമാണ് അവർക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊക്കെ തുടങ്ങുന്ന സമയത്തും നീ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പ്രാന്താടി എന്നൊക്കെ പറയും. ഇപ്പൊ ആരോട് പറയുന്നുണ്ട്? ആ ഫിലിമില് ആ പ്രണയം, അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവര് തമ്മിലുള്ള സംസാരം, ഈഗോ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സ്പേസ് കൊടുക്കലെല്ലാം അടിപൊളിയായിട്ട് കാണാം. അതില് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ചെറിയൊരു പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു സ്പർശനമൊക്കെ ഉണ്ടല്ലോ, നമുക്കൊരു രോമാഞ്ചം ഉണ്ടാവും. സത്യമായിട്ടുള്ള കാര്യമോ. നമ്മളൊരു വൃത്തിയായിട്ട സിനിമ പോയി ഉമ്മ വെച്ച് അത് ചെയ്യുന്ന ഫിലിം കണ്ട് എക്സ്ട്രീം ലെവലിൽ എത്തേണ്ട രോമാഞ്ചം ഒരു ടച്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ബോണ്ടിങ്, അതായത് നമുക്കൊരു സങ്കടവും തോന്നും ഫാമിലി ഉള്ളവർക്ക്. ദൈവമേ, എന്റെ ഭാര്യ വീട്ടിലുണ്ടായി ഞാൻ ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്റെ പാർട്ട്ണറെയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ. അതായത് അവര് ചിലപ്പോൾ കുളിച്ചിട്ടില്ല, പല്ലേച്ചിട്ടില്ല, അങ്ങനെയാണ്. പക്ഷെ അവര് തമ്മിൽ സ്വന്തം ഭാര്യയോട് കാണിക്കുന്ന ആ ഒരു ഭ്രാന്ത്, അല്ലെങ്കിൽ ഭർത്താവിനോട് കാണിക്കുന്ന ഒരു ഇത് വളരെ സിമ്പിളായിട്ട് ആ ഫിലിം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാല് അതില് വിക്രമിന്റെ തന്നെ പല പല വേർഷൻ നമുക്ക് കാണാൻ പറ്റും. ഒരു പാട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചിൽ 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 എന്ന് പറഞ്ഞിട്ട് കൊള്ളു കേട്ടോ. പിന്നെ നമ്മളെന്താ പറയാ, ആദ്യമായിട്ട് നിങ്ങൾ ആ സിനിമയുടെ സസ്പെൻസ് ഒന്നും പൊളിക്കുന്നില്ല. അതിൽ ആദ്യമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിലാകെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ സ്റ്റോറി എന്നെപ്പോലെ ബോധമില്ലാത്തവർക്ക് ഒരു തവണയും കൂടി ഒന്ന് പോയി കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്കൊന്ന് ടി വിയിൽ പറഞ്ഞേക്കാളും തിയേറ്ററിലാണ് ആ ഒരു ഭീകരതയും കുറേ ആ ഒരു എന്താ പറയാ പഴയ കാലഘട്ടത്തിന്റെ ആ ഒരു ഇതെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മള് ഇതില് ചെല്ലുമ്പോൾ ഫോൺ ചെയ്യാനോ സംസാരിച്ചിരിക്കാൻ നിൽക്കരുത്. നല്ലവണ്ണം ശ്രദ്ധിച്ച് കാണേണ്ട സിനിമയാണ്. എന്നെ പോലുള്ളവർക്ക്, ഭയങ്കര സാഹിത്യവും കാര്യങ്ങളും അറിയാവുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷെ കഥ ഇടക്ക് ഒന്ന് മനസ്സിലാകായിക വരുന്നുണ്ട്. എനിക്കൊന്ന് കുറച്ചുകൂടി ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂറുള്ള സിനിമ ചുരുക്കിയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. എനിവേ, അങ്ങനെ ക്യാഷ് പോയി എന്ന് പറയുന്ന ഒരു സിനിമയല്ല. പക്ഷെ കുറെ സ്ഥലങ്ങൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. ചില കാര്യത്തിൽ ഇതിന്റെ കഥ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റായികയുണ്ട്. പിന്നെ ചതിയുടെയും വഞ്ചനയുടെയും ഒരേ സാധാരണക്കാരെ പറ്റിക്കുന്നതും ഇതെല്ലാം ഭയങ്കരമായിട്ട് നമുക്ക് കൊള്ളുന്ന രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് കാണാം എന്നാണ് ഞാൻ പറയുന്നത്. പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പൈസ പോകത്തില്ല. എനിക്ക് തോന്നുന്നത് ടി വിയിൽ വരുമ്പോൾ കാണുന്നേക്കാളും തിയേറ്ററിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണം നല്ലതാണ്. പ്രത്യേകിച്ച് സ്വന്തം പാർട്ട്ണറെയും അവരെയൊക്കെ കൊണ്ടുപോയി നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സ്നേഹവും ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെയാണ്. അപ്പൊ ഒന്ന് പോയി കാണട്ടോ.